ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയിലിരിക്കുന്ന ഒരു ടൈമാണ്. SSLC +2 റിസൾട്ട് വന്നു കഴിഞ്ഞു. ഏത് മേഖല ചൂസ് ചെയ്യണം, കുട്ടികളുടെ പഠനം ഏത് ലെവലിൽ കൊണ്ടുപോകണം എന്ന് രക്ഷിതാക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇത് ജ്യോതിഷ പ്രകാരം നമ്മൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റും? പിന്നെ നമുക്ക് ജ്യോതിഷപ്രകാരം മാർഗനിർദ്ദേശം കൊടുക്കാമല്ല. കാരണം ഇപ്പോൾ ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ജനനസമയവും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമ്മൾ ഒരു തലക്കുറി എന്തായാലും എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജാതകം എടുത്തിട്ടുണ്ടാകും. ഈ ജാതകത്തിൽ നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കർമ്മമണ്ഡലം എന്ന് പറയുന്നതായ ഒരു മേഖലയുണ്ടല്ലോ. ആ കർമ്മമണ്ഡലത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഒരു കടമയാണ്. അപ്പൊ അത് ചില കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് ഫോർവേഡ് ആയിരിക്കും. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അവർ കണ്ടെത്തിയിരിക്കും. അവരൊരു 8ാം ക്ലാസ് ഒക്കെ ആവുമ്പോഴേക്കും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെത്തിയിരിക്കും. പക്ഷെ ചില കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. പിന്നെ എനിക്ക് അച്ഛനമ്മമാരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കുട്ടികളുടെ ഇഷ്ടത്തിനല്ലാതെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് ഒരിക്കലും നമ്മൾ മക്കളെ ഒരു കോഴ്സ് എടുത്ത് പഠിപ്പോ ബിടെക്കിന് പോകണം എന്ന കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് അയക്കാവൂ. അതുപോലെ തന്നെ ഇപ്പൊ മെഡിസിന് അല്ലെ ഏത് ഫീൽഡിലേക്കാണ് ആ കുട്ടിക്ക് താല്പര്യമെന്ന് ആദ്യം ആ കുട്ടിയോട് നമ്മൾ ചോദിച്ചിരിക്കണം. ഇപ്പൊ അവന് സൈനിക വകുപ്പുമായിട്ടൊക്കെയാണ് അവന് ഇഷ്ടം എന്ന് തോന്നുന്നതെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ വിടാം. അതുപോലെ ഏത് IT മേഖലയിലേക്കാണെങ്കിൽ അങ്ങനെ വിടുക. പക്ഷെ ഇത് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ കുട്ടിയുടെ ജാതകത്തിൽ അവന്റെ കർമാധിപൻ, അവന്റെ കർമ്മമണ്ഡലം എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത്, അത് എപ്പോഴും നിങ്ങൾ പോയിട്ട് നല്ല ഒരു ജ്യോത്സ്യനെയാണ് എപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മോശം ജ്യോത്സ്യന്മാരായിട്ടല്ല, ജ്യോതിശാസ്ത്രത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയോടായിരിക്കണം ഇതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ എപ്പോഴും ആരായുണ്ടെന്ന്. ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും ആ കുട്ടി ഏത് മേഖലയിലായിരിക്കും ശോഭിക്കുന്നത്. അല്ലാതെയാണ് നമ്മൾ ആ കുട്ടിയെ വിടുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടി പല ദുർഘടങ്ങളും കടന്നിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ലക്ഷ്യത്തിലേക്ക്. അപ്പൊ ചിലപ്പോൾ കാരണം എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികൾക്കും ഇപ്പൊ അവരെ പല പല കോഴ്സുകൾക്കും ആക്കിയിട്ട് അവർക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പൊ ബിടെക്കിനൊക്കെ വിട്ടു. ചിലപ്പോൾ ആ കുട്ടിക്ക് അത് പഠിച്ച പേപ്പർ എഴുതിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനമ്മമാരൊക്കെ ചിലപ്പോൾ ഹൈലി പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മളുടെ പൊസിഷനും വെച്ചുകൊണ്ട് നമ്മൾ ആ കൊച്ചു കുട്ടികളെ നമ്മൾ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് താല്പര്യമുണ്ട് പഠിക്കാനുള്ള നല്ല, കാരണം ബിടെക് ഒന്നും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ല. അപ്പൊ അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കുട്ടിയും അതിന് 100% പെർഫെക്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാമർഥ്യം, അതുപോലെ തന്നെ ഒരു ചിട്ടയായിരിക്കുന്ന ഒരു രീതി, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് സപ്ലി ഒന്നുമില്ലാതെ ആ കുട്ടിക്ക് ആ പേപ്പർ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റുന്നത്. കാരണം എൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും കുട്ടികൾക്കെല്ലാം 15 സപ്ലി, 11 സപ്ലി, 22 സപ്ലി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പേടിയാണ് നമുക്ക് തോന്നുന്നത്. കാരണം കുട്ടികളുടെ ഭാവി അപ്പോഴേക്കും ഇവർ മാനസികമായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് ഓടണ്ടാവും. ചില കുട്ടികൾ ഡിപ്രഷന്റെ മരുന്ന് വരെയും കഴിക്കണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, കിട്ടുന്ന മാർക്ക് മതി, പറ്റാവുന്ന അത്ര പേപ്പർ ഓരോ സെമ്മിലും നമ്മൾ എഴുതി എടുക്കുക എന്ന്. അപ്പോൾ ഇത് പ്രത്യേകം എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം ഉള്ളതായിരിക്കുന്ന കുട്ടികൾക്കും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിപ്പോ ക്വാളിഫൈഡ് ആയ കുട്ടികൾ പല പല ജോലികളും അന്വേഷിച്ച് നടക്കുന്നവർ ഏതിലാണ് താൻ ഏറ്റവും മെച്ചപ്പെടുന്നത്, അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കണം. എനിക്ക് ഏത് മേഖലയാണ്, ഗവൺമെന്റ് ജോലിയാണോ അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലിയാണോ, സ്വദേശത്ത് ഞാൻ ഏത് തരത്തിലുള്ളതായ ജോലികൾ ചെയ്യണം, ഇങ്ങനെയെല്ലാം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മമണ്ഡലത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതായിരിക്കുന്ന ഒരു സ്ഥായിയായ ഒരു അറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആ ജനനസമയവും അതുപോലെ തന്നെ ജനന തീയതിയും അയച്ചു തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന രീതിയിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതായിരിക്കുന്ന ഒരു ഉപദേശവും നിങ്ങൾക്ക് നൽകാവുന്നതാണ്.